ആർ കിരൺ ബാബുവും ഒപ്പം തന്നെ അപർണ കുറുപ്പും KP അഭിലാഷും ചേരുന്നുണ്ട്. ഞാൻ ആദ്യം കിരൺ ബാബുവിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ആദ്യം മുതൽ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നോക്കിക്കണ്ടത് ഇടക്കാല ബജറ്റാണ് എങ്കിൽ പോലും തന്നെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 57 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഒരു ബജറ്റിലേക്ക് ചുരുക്കുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതിൽ പിന്നിലൊരു രാഷ്ട്രീയം എന്തായിരിക്കും? പ്രധാനമായും പൊതുവായ ഒരു പ്രതീക്ഷ അവസാന ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സമ്പൂർണ്ണ ബഡ്ജറ്റ് അല്ലെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനങ്ങളുടെ വോട്ട് ലക്ഷ്യമാക്കിയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒന്നാണ്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണോ മോദി സർക്കാർ ഭരിച്ചത് ആ ഭരണത്തിന്റെ നേട്ടങ്ങൾ എണ്ണി പറയുന്നതായിരുന്നു. ഇതിനെ നമ്മൾ രാഷ്ട്രീയമായി സമീപിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാരിന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ തെളിവായി കൂടി ഒരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. കഴിഞ്ഞ 2000 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴടക്കം വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നേരിട്ട് അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്ന അടക്കമുള്ള പദ്ധതികളുടെ പ്രഖ്യാപനവും നടപ്പാക്കലും ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് പണം എത്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി വഴി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വോട്ടിനെ ശേഖരിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രഖ്യാപനങ്ങളില്ല. അതിന് താഴെത്തട്ടിലെ ജനങ്ങളായാലും ഇടത്തട്ടുകാരായാലും സമ്പന്നരായാലും ആരെയെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ വോട്ടിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയമായി പരിശോധിച്ചാൽ അത് ഇപ്പോൾ അയോധ്യ വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ സർക്കാരിന് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന് കൂടി ആ തരത്തിലേക്ക് കൂടി വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും അത്തരം പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ ബോധപൂർവ്വം ഇതിൽ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. ഏതെങ്കിലും പ്രഖ്യാപനത്തിലേക്കല്ല ശ്രദ്ധ വരേണ്ടത്. ജനങ്ങളുടെ ശ്രദ്ധ വരേണ്ടത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സർക്കാർ നടപ്പാക്കിയ പദ്ധതികളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ വീട് നിർമ്മാണത്തിനൊക്കെ 3 കോടി വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. ഇനി അടുത്ത 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ കൂടി നിർമ്മിക്കുമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് അവസാന ബഡ്ജറ്റിനെ സംബന്ധിച്ച് അത് ഇനി ഭരിക്കാൻ വരുന്ന ആരാണോ എന്നുള്ള ഒരു അത്തരം സംശയങ്ങളൊക്കെ നിൽക്കുമ്പോൾ പക്ഷേ ഈ സർക്കാർ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു ഞങ്ങൾ അടുത്ത 5 വർഷവും ഭരണത്തിലേക്ക് തന്നെ വരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ജൂലൈയിൽ പൊതു ബജറ്റിൽ കൃത്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, വലിയ വൻകിട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. ആ ഒരു തരത്തിലേക്ക് അത് ഒരു തരത്തിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 2 തരത്തിലാണ് നേരിടാൻ കഴിയുന്നത്. ഒന്ന്, ജനങ്ങളുടെ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന വലിയ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരിക, ആ മട്ടിൽ അവരുടെ വോട്ട് ശേഖരിക്കുക. 2, ഞങ്ങൾ മാത്രമാണ് ജയിക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് അത്രത്തോളം ആത്മവിശ്വാസമുണ്ട്, ആ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ വലിയ വിജയത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെന്നൊരു സന്ദേശം കൊടുക്കുക. അങ്ങനെ ആ രണ്ടാമത്തെ മാർഗ്ഗമാണ് ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പുതിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾക്ക് വോട്ടിന് വേണ്ടി പ്രഖ്യാപനങ്ങളൊന്നും വേണ്ട എന്നൊരു സന്ദേശം കൊടുക്കുക. വലിയ ആത്മവിശ്വാസത്തിലേക്ക് ഒരു പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അവിടേക്ക് ജനങ്ങളുടെ കൂടുതൽ വോട്ടെത്താനുള്ള സാധ്യതയുണ്ട്. ജനങ്ങൾ ജയിക്കും, ഞങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്നൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക. ആ ഒരു സന്ദേശം നൽകാനുള്ള ബോധപൂർവമായ ശ്രമം ഈ ബഡ്ജറ്റിൽ ഉണ്ടായെന്ന് വേണം കരുതാൻ.